കുളപ്പുള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായാണ് സംവിധാനം നടപ്പിലാക്കിയത്. ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. തിങ്കളാഴ്ച രാവിലെ പി മമ്മിക്കുട്ടി MLA പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ജംഗ്ഷനിലൂടെ തിങ്കളാഴ്ച രാവിലെ 9 മണി വരെ തലങ്ങും വിലങ്ങുമായാണ് ഈ കാണുന്ന രീതിയിൽ വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. ധൃതി പിടിച്ച് വാഹനങ്ങളുടെ കടന്നുപോക്ക് ഇനി മുതൽ നടപ്പാകില്ല. തിങ്കളാഴ്ച രാവിലെ 9-ന് കുളപ്പുള്ളി ടൗണിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രാബല്യത്തിൽ വന്നു. പി മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തതോടെ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് ചില ട്രാഫിക് പരിഷ്കാര നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലം നിലനിന്നിരുന്ന പ്രശ്നം താൽക്കാലികമായി പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു. ആ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തന്നെയാണ് കുളപ്പുള്ളി സെൻറ്ററിൽ ഒരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനാവശ്യമായ ഭരണപരമായ നടപടികളെല്ലാം സ്വീകരിച്ച് ആ ട്രാഫിക് സിഗ്നൽ ഇന്ന് ഗതാഗത സൗകര്യം മെച്ചപ്പെടുന്നതിന് സഹായകരമായ രീതിയിൽ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അതോടെ വാഹനയാത്രക്കാർ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാണ് കടന്നുപോയത്. ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാണ് പദ്ധതി കൊണ്ടുവന്നത്. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് തിരിയേണ്ട പ്രധാന ജംഗ്ഷൻ ആയതിനാലാണ് കുളപ്പുള്ളിയിൽ ഇത്തരമൊരു ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയത്. ഒറ്റപ്പാലത്ത് നിന്നും ഷൊർണൂർ ഭാഗത്തേക്കും ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിലേക്കും പട്ടാമ്പിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ ചുവപ്പ് സിഗ്നൽ ഉള്ളപ്പോഴും മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ ഇടത്തേക്ക് തിരിയാൻ കഴിയുന്ന ഫ്രീ ലെഫ്റ്റ് സംവിധാനമുണ്ട്. എന്നാൽ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ചുവന്ന ലൈറ്റ് പ്രകാശിക്കുമ്പോൾ സിഗ്നലിൽ നിർത്തണം. വണ്ടികൾക്ക് തിരിഞ്ഞ് പോകണമെങ്കിൽ പഴയ ഗീതാ തിയേറ്ററിന് മുൻവശത്തു കൂടി U-ടേൺ എടുക്കണം. കാൽനട യാത്രക്കാർക്കും റോഡ് മറികടക്കാൻ വിദേശ മദ്യഷോപ്പ്, കുടുംബിനി സൂപ്പർമാർക്കറ്റ്, ഗവൺമെന്റ് പ്രസ് എന്നിവയ്ക്ക് മുന്നിൽ സീബ്ര ലൈൻ വരയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ യാത്രക്കാർക്കും ഗതാഗതക്കുരുക്കിൽ പെടാതെ എളുപ്പത്തിൽ റോഡ് മറികടക്കാം. വാഹനങ്ങളുടെ തിരക്കനുസരിച്ച് സിഗ്നൽ സംവിധാനത്തിൽ സമയം ക്രമീകരിക്കും. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, വിവിധ കൗൺസിലർമാർ, ഷൊർണൂർ CI വിഷ്ണു, മെട്രോ കമ്പനി പ്രതിനിധി രതീഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.